നമസ്കാരം. ആനന്ദ് ന്യൂസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ബലാത്സംഗ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് കനത്ത തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്ന സാഹചര്യമാണ്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടി കേസിൽ അറസ്റ്റ് നടപടി ഉൾപ്പെടെ സിദ്ദിഖ് നേരിടേണ്ടി വന്നേക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അറസ്റ്റ് എത്രയും പെട്ടെന്ന് തന്നെ ആയിരിക്കും അറസ്റ്റ് ഉണ്ടാവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഈ ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിലാണ് അത്തരത്തിൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇത്തരത്തിലൊരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് തന്നെ. ഇതാണ് ഹൈക്കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു സിദ്ദിഖിൻ്റെ ആവശ്യമൊക്കെ നിലനിന്നിരുന്നത്. എന്നാൽ ഇക്കാര്യങ്ങളൊക്കെ തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടി സിദ്ദിഖിൻ്റെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ വന്നു. ഇക്കാര്യങ്ങൾ തള്ളിക്കൊണ്ട് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ നിരസിക്കുകയും ചെയ്തു. അത്തരത്തിലൊരു ഉത്തരവുണ്ടായപ്പോൾ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടി തന്നെ കേസിൽ അറസ്റ്റ് നടപടികൾ ഉൾപ്പെടെ സിദ്ദിഖ് നേരിടേണ്ടി വന്നേക്കുമെന്നുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. വർഷങ്ങൾക്ക് മുൻപ് യുവതി ഉന്നയിച്ച ആരോപണങ്ങളിൽ ബലാത്സംഗ പരാതി ഉണ്ടായിരുന്നില്ല എന്നും സിദ്ദിഖ് ഹൈക്കോടതിയിൽ അത്തരത്തിലൊരു നിലപാടാണ് ഇന്ന് എടുത്തിരുന്നത്. പക്ഷേ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് തനിക്കെതിരെ ഉള്ളത് എന്നൊക്കെ സിദ്ദിഖ് പറയുമ്പോഴും പക്ഷേ അപമാനിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ള പരാതിക്കാരിക്ക് പിന്നിൽ ഉള്ളത് എന്നുകൂടി സിദ്ദിഖ് സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ അന്വേഷണവുമായി സഹകരിക്കാമെന്ന് സിദ്ദിഖ് മുൻകൂർ ജാമ്യ ഹർജിയിൽ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ എന്തായാലും ഹൈക്കോടതി അത്തരത്തിലുള്ള വാദങ്ങളൊന്നും കേൾക്കാൻ നിന്നില്ല. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. അതേസമയം ഈ സിദ്ദിഖിനെതിരെ യുവനടി നൽകിയ പരാതിയിൽ ശക്തമായിട്ടുള്ള തെളിവുകൾ, സാക്ഷിമൊഴികൾ ഇവയെല്ലാം ലഭിച്ചു എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്ന പരാതിക്കാരിയുടെ മൊഴി അത് ശരിവെക്കുന്നതാണ് ഈ തെളിവുകൾ എന്ന് അന്വേഷണ വൃത്തങ്ങൾ തന്നെ അറിയിച്ചിരിക്കുകയാണ്. സിദ്ദിഖിനെതിരായിട്ടുള്ള തെളിവുകൾ ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തന്നെ ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് പുറത്തു വന്നതിന് പിന്നാലെ നമുക്കറിയാം സിനിമാ മേഖല, ആ സിനിമാ മേഖലയെ ഞെട്ടിച്ച ഒന്നായിരുന്നു അമ്മ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്ന സിദ്ദിഖിനെതിരെ വരുന്ന ഈ ലൈംഗിക അതിക്രമ കേസ് എന്ന് പറയപ്പെടുന്നത്. അന്ന് യുവനടിയാണ് ഈ പരാതിയുമായിട്ട് സിദ്ദിഖിനെതിരെ പരാതിയുമായിട്ട് രംഗത്തെത്തിയത്. 2016 ജനുവരി മാസം 28-ന് ആ സംഭവം നടക്കുന്നതെന്നായിരുന്നു അന്ന് യുവതിയുടെ ആരോപണം. നിള തിയേറ്ററിൽ സിനിമാ പ്രിവ്യൂ കഴിഞ്ഞിറങ്ങിയ ശേഷം തിരുവനന്തപുരത്തെ മാസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചു വരുത്തി ബലം പ്രയോഗിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു ആരോപണം ഉണ്ടായിരുന്നത്. അത്തരത്തിലൊരു വലിയ ആരോപണം ഉണ്ടായപ്പോൾ 1.5 മാസം നീണ്ട അന്വേഷണത്തിനിടെ പരാതിക്കാരുടെ മൊഴി അത് ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഇപ്പോൾ പ്രത്യേക സംഘത്തിന് ലഭിക്കുകയും ചെയ്തത്. അങ്ങനെ അന്വേഷണ സംഘത്തിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവ് ശേഖരണത്തിലൂടെ കോടതിയിൽ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്ന സാഹചര്യം എത്തിയിരിക്കുന്നു. സിദ്ദിഖ് അറസ്റ്റിലേക്ക് പോകപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയപ്പെടുന്നത്. അമ്മയുടെ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള സിദ്ദിഖിനെ അല്പസമയത്തിനകം അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് വന്ന വിഷയങ്ങളിൽ യുവനടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ, ആ പരാതിക്കാരി നൽകിയ മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ, അതിനകത്ത് ലഭിച്ച അന്വേഷണ സംഘത്തിന് ലഭിച്ച തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മുൻ അമ്മയുടെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള സിദ്ദിഖ് അറസ്റ്റ് ചെയ്യപ്പെടുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ആ വാർത്തയാണ് ഞങ്ങളിപ്പോൾ വളരെ പെട്ടെന്ന് പുറത്തുവിട്ടിരിക്കുന്നത്.